സംസ്ഥാന ബജറ്റിൽ സ്വകാര്യ ബസ് വ്യവസായത്തെ പൂർണ്ണമായും അവഗണിച്ചെന്ന് പരാതി. 50% ടാക്സ് കുറച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഡീസലിന് സബ്സിഡി നൽകണമെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് KCN ന്യൂസിനോട് പറഞ്ഞു. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ഇന്ന് ഏറെ പ്രതീക്ഷയോടെ കാത്തുന്ന ഒരു ബഡ്ജറ്റാണ് VD സതീശൻ അവറുകൾ ഇന്ന് നിയമസഭയിൽ വെച്ചത്. പക്ഷെ ആ ബഡ്ജറ്റ് ഇത്ര ദിവസം ഞങ്ങൾ കാത്തിരുന്നു. കഴിഞ്ഞ 15-ാം തീയതി KSRTC ബസ്സിൽ വനിതകൾക്ക് ഫ്രീ നൽകിയത് മുതൽ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തുന്നത് കേരള ബഡ്ജറ്റിൽ അതിന് ബസ് ഉടമകളെ ചേർത്ത് പിടിക്കും, ബസ് തൊഴിലാളികളെ ചേർത്ത് പിടിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ചേർത്തല്ല പിടിച്ചത്. എന്താണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്? 50% ടാക്സ് കുറച്ച് തന്നു എന്നാണ് ബഡ്ജറ്റിൽ അറിയാൻ സാധിച്ചത്. 50% ടാക്സ് എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ജനങ്ങൾ കണക്കൂട്ടുന്നത് ഇത് വലിയൊരു സംഭവമായിരിക്കും എന്നാണ്. പക്ഷെ 150 രൂപയാണ് ഒരു ദിവസം ബസ് ഉടമകൾക്ക് ടാക്സ് ഇനത്തിൽ കുറച്ച് തന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ഈ വ്യവസായം പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഏകദേശം 11,000 രൂപ കളക്ഷനും 13,000 രൂപ ചെലവും വരുന്ന രീതിയിലാണ് ഇന്ന് പോയിക്കൊണ്ട് 2,000 രൂപ 3,000 രൂപയൊക്കെ നഷ്ടത്തിലാണ് ഇന്ന് സർവീസ് നടത്തുന്നത്. നിങ്ങൾക്കെല്ലാം പരിശോധിക്കാം. ഇപ്പോൾ തന്നെ KSRTCയിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് മനസ്സിലാവാം. 11,000 കളക്ഷൻ വരുന്ന സ്ഥലത്ത് 19,000 20,000 രൂപയാണ് KSRTCക്ക് കളക്ഷൻ പോകുന്നത്. അപ്പോൾ എത്ര? 7-8,000 രൂപ കൂടി. ആ 7-8,000 രൂപ പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന ജനങ്ങളാണ് അതിലേക്ക് മാറിയത്. പക്ഷെ ഇന്നലെ KSRTCയിലെ ഒരു ബസ്സിൽ 115 സ്ത്രീകളും 15 പുരുഷന്മാരാണ് ഇന്നലെ യാത്ര ചെയ്തത്. 130 ആളാണ് ആ ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്തത്. അപ്പോൾ എല്ലാ യാത്രക്കാരും അതിലാണ് കയറുന്നത്. ഇത് KSRTC സഞ്ചരിക്കുന്ന റൂട്ടുകളിൽ മാത്രമല്ല, ഉൾറൂട്ടുകളിലും പ്രൈവറ്റ് ബസ് പോകുന്ന ഉൾറൂട്ടിൽ വരുന്ന ബസ്സുകാർ KSRTC എവിടുന്നാണ് കിട്ടുന്നത് അവിടെ വെച്ച് ആ യാത്രക്കാർ ഇറങ്ങുന്നു. അപ്പോൾ ഒരു ഫുൾ ടിക്കറ്റ് പോലും കിട്ടാതെയാണ് സർവീസ് നടത്തുന്നത്. ഈ മേഖലയെ സംരക്ഷിക്കാൻ 50% ടാക്സ് കുറച്ചതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മുമ്പോട്ട് പോരാ. നമുക്ക് ഡീസൽ സബ്സിഡി കിട്ടിയാൽ മാത്രമേ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടിയാൽ മാത്രമേ ഈ വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാസർഗോഡ് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്കും പുത്തൂർ സുള്യ മടിക്കേരി ഭാഗത്തേക്ക് കേരള KSRTC സഞ്ചരിക്കുന്നുണ്ട്. തലപ്പാടിയിലേക്ക് ഇവിടുന്ന് 32 കിലോമീറ്ററാണ് തലപ്പാടിക്കുള്ളത്. അവിടുന്ന് 18 കിലോമീറ്റർ കർണാടകയിലാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. ആ കർണാടകയില് വനിതകൾക്ക് ഫ്രീ നൽകിയപ്പോൾ കർണാടകയിൽ ആധാർ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ആ ബസ്സിൽ യാത്ര സൗജന്യം. അത് മാത്രമല്ല, അവിടെ തിരിക്കുന്ന നഗര സാരികയും ഗ്രാമാന്തര സാരികയും മാത്രമാണ് അവിടെ കൺസെഷൻ ഉള്ളൂ. അല്ലാതെ ഇൻട്രസ്റ്റേറ്റ് പോകുന്ന റൂട്ടുകളിൽ അവർക്ക് കൺസെഷൻ ഇല്ല. അത് ആ നാട്ടുകാർക്ക് മാത്രം. പക്ഷെ നമ്മളത് അങ്ങനല്ല. നമ്മൾ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ഈ 16 കിലോമീറ്റർ കർണാടകയിൽ യാത്ര ചെയ്യുമ്പോൾ ആ 16 കിലോമീറ്റർ സ്റ്റോപ്പുകളിലെ വനിതകൾക്ക് ഫ്രീ ആണ്. ഇപ്പോൾ ഇന്നലെ കർണാടകയിലെ സ്വകാര്യ ബസ്സുകൾ മീറ്റിംഗ് കൂടി ഭയങ്കര പ്രക്ഷോഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം മംഗലാപുരത്ത് നിന്ന് തലപ്പാടി വരെയുള്ള ഏത് സ്റ്റോപ്പിൽ സ്ത്രീകൾക്ക് ഇറങ്ങാം, അവർക്ക് പൈസ കൊടുക്കണ്ട. നമുക്കറിയാം, മടിക്കേരി പോകുന്നത് 110 കിലോമീറ്ററാണ് കാസർഗോഡ് നിന്നുള്ളത്. അതിൽ 50 കിലോമീറ്റർ കേരളമാണ്, 60 കിലോമീറ്റർ കർണാടകയാണ്. ഈ 60 കിലോമീറ്ററിൽ പോകുന്ന ബസ്സിന് കയറണം കർണാടകയിലെ സ്ത്രീകളാകുമ്പോൾ അവർക്കും ഫ്രീ ആണ്. അത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തുള്ള ഏത് സ്ത്രീകൾക്കും KSRTC ബസ്സിൽ ഫ്രീ ആണ് കേരളത്തിൽ. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇത്രയും ഭീമമായ തുകയിൽ ഡീസൽ മാത്രമല്ല, ബസ്സിന് അനുബന്ധമായ ടയർ 12,000 13,000 രൂപ കിട്ടുന്ന ടയറാണ് ഇന്ന് 50-60,000 രൂപയാണ് ആ ടയറിന്. ആ ടയർ മാത്രമല്ല, അതിന്റെ സ്പെയർ പാർട്സുകൾ, ഓയിലുകൾ ദിവസം 50 രൂപ കൂടുന്ന പോലെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. ജനങ്ങൾ അറിയുന്നത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചു മാത്രമാണ് ജനങ്ങൾ അറിയുന്നത്. അപ്പോ ഇതുമൂലം ഈ വ്യവസായം നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് ഒരു കനിവ് ഉണ്ടാകണം. അല്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭ സമരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ തന്നെ കാസർഗോഡിലെ മിക്ക ബസ് ഉടമകളും വിളിച്ചു വന്ന് ഞങ്ങൾ നിർത്തിവെക്കുന്നു. അപ്പോൾ ഞങ്ങൾ 30/6 വരെ ഞങ്ങൾ ടാക്സ് അടിച്ചിട്ടുണ്ട്. 1/7 മുതൽ നമുക്ക് ടാക്സ് വീണ്ടും വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് പരിശോധിക്കേണ്ടി വരും, ഓടിക്കണോ വേണ്ടതെന്ന്. അല്ലെങ്കിൽ നിയമസഭക്കകത്ത് നിയമസഭക്ക് പുറത്ത് സമരം നടത്തിക്കൊണ്ട്
ഒരു കേരളത്തിലെ സമരവേദിയിലേക്ക് ഞങ്ങൾ തള്ളിവിടുകയാണ്. ഞങ്ങൾ ഒരിക്കലും നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിന് ഞങ്ങൾ സപ്പോർട്ടല്ല. പക്ഷെ എല്ലാ മേഖലയിലും നഷ്ടമുണ്ട്. പക്ഷെ ആ നഷ്ടം വ്യാപാര മേഖലയായാലും മറ്റു ഫാക്ടറി മേഖലകളായാലും നഷ്ടം വന്നാൽ ആ നഷ്ടം കണ്ടെത്താൻ സമയങ്ങളുണ്ട്. പക്ഷെ ബസ്സുകൾ അങ്ങനല്ല. ബസ്സുകൾ ഇന്നത്തെ നഷ്ടം ഇന്ന് തന്നെ അറിഞ്ഞു. രാവിലെ ഡീസൽ എടുത്ത് രാത്രി ആകുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടി. അത്രക്കും പൈസ കൊടുത്തുകൊണ്ടുള്ള സർവീസാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതിനകത്ത് ശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്തിയില്ലെങ്കിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ ഏത് സമയത്തും ഞങ്ങൾ നിർത്തിവെക്കേണ്ടി വരും. കാരണം ബോഡി കോഡ് എന്ന നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ തൊട്ട് കേരളത്തിന്റെ മിക്ക ബസ്സുകളും പുതിയ ബസ്സുകളാണ്. ഇന്ന് ഒരു ബസ് എടുക്കുമ്പോൾ 50 ലക്ഷം രൂപയാണ് അതിന് മുതൽ മുടക്ക്. ആ 50 ലക്ഷം രൂപക്ക് ഇത് ഞങ്ങൾ ലോൺ എടുത്താണ് ബസ് സർവീസ് നടത്തുന്നത്. ഏകദേശം 2500 രൂപ വരെ ഡെയിലി 75,000 മാസത്തിലെ EMI അടക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2500 രൂപ ഒരു ബസ്സിന് EMIക്ക് മാത്രം മാറ്റി വെക്കണം. അതിനുശേഷമാണ് ഡീസലും മറ്റു കാര്യങ്ങൾക്കും തൊഴിലാളി സാലറികൾക്ക് എല്ലാം മാറ്റി വെക്കേണ്ടത്. ഇപ്പൊ തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയായി. തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നില്ല. നേരത്തെ അവര് ശമ്പളം എടുത്തിട്ടാണ് ഉടമക്ക് തരുന്നത്. ഇന്ന് ഉടമക്ക് തരാൻ ഡീസൽ പമ്പിൽ കൊടുക്കാനേ പൈസ കിട്ടുന്നില്ല. അപ്പോൾ പല തൊഴിലാളികളും വിളിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഇന്ന് സാലറി ഇല്ല. അപ്പോൾ ഒരു വിഭാഗത്തെ പട്ടിണി കിട്ടുകൊണ്ട് ഒരു വിഭാഗത്തെ സൗജന്യമായി സർവീസ് നടത്തിയാൽ ഇത് എങ്ങനെ ഈ സംവിധാനം കൊണ്ടുപോകേണ്ടത്? തൊഴിലാളികളെ കുറിച്ച് ആരെങ്കിലും ഓർത്തോ? ഇന്ന് കേരളത്തിന്റെ 14 ജില്ലകളിൽ VD സതീശൻ അവരുകൾ കേരള യാത്ര നടത്തുമ്പോൾ കേരളത്തിലെ 14 ജില്ലയിലെ ബസ് ഉടമകൾ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾ പ്രഖ്യാപനം നടത്തൂ എന്ന് പറഞ്ഞിരുന്നു. ആ തിരുവനന്തപുരത്ത് നടത്തിയ പ്രഖ്യാപനമാണ് കേരളത്തിന്റെ ബസ് ഉടമകളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, അവരും കേരളത്തിന്റെ സമ്പത്താണ്, കേരളത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സമ്പത്താണ് സ്വകാര്യ ബസ് ഉടമകളും. അതുകൊണ്ട് ആ ബസ് വ്യവസായത്തെ സംരക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ ആവശ്യമാണ്. കേരളത്തിന്റെ 60-70% കുട്ടികളും ഇന്ന് സർവീസ് പഠിക്കാൻ വേണ്ടി സ്ഥാപനത്തിലേക്ക് പോകുന്നത് സ്വകാര്യ ബസ്സുകളിലാണ്. ഇപ്പൊ KSRTC ബസ്സിൽ പോകുന്ന കുട്ടികൾക്ക് 10 രൂപയുണ്ട്, 110 രൂപയെ വർദ്ധിപ്പിച്ചു. അത് ബാധകമല്ലേ? കേരളത്തിലെ ഈ തുച്ഛമായ രീതിക്ക് ഞങ്ങൾ ഇപ്പോഴും വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ പോലും ചെയ്യാത്ത വെറും 50% ടാക്സ് കുറച്ചു എന്ന് ഞങ്ങളെ വെള്ളപൂശാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ വലിയൊരു സംഭവം മാറ്റാൻ വേണ്ടിയിട്ടാണോ ഈ 50% ടാക്സ് കുറച്ചത് എന്നാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്. തീർച്ചയായും ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും സമരമുറകൾ തെരഞ്ഞെടുക്കുകയും ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു.